എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നസീർ ഹുസൈൻ കിഴക്കടത്ത്. ഞാൻ കേരളത്തിലാണ് ജനിച്ചത് 1970കളുടെ തുടക്കത്തിൽ. ആഹ് എൻ്റെ ബാപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ ഉമ്മ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്നത് എൻ്റെ ഇത്തയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയാണ്. ഉമ്മ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് അമേരിക്കയിലെ സാങ്കേതിക രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് സ്കൂളിൽ പോകാത്ത ഒരു ഉമ്മയുടെയും 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു കൂലിപ്പണിക്കാരനായ ബാപ്പയുടെയും മകൻ അമേരിക്കയിൽ എത്തിയത് എന്നുള്ള ആ കഥ തന്നെയാണ് ഇന്ത്യയുടെ കഴിഞ്ഞ 70 വർഷത്തെ പുരോഗതിയുടെ കഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജവഹർലാൽ നെഹ്റു പോലുള്ള നേതാക്കളുടെ ദീർഘവീക്ഷണം അതിൻ്റെ പിറകിൽ തീർച്ചയായും ഉണ്ട്. ഇന്ത്യയിൽ MIT പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വേണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി IIT-കൾ തുടങ്ങുകയും ഇന്ത്യയിലെ വൈദ്യുതി രംഗത്തെ ക്ഷാമം പരിഹരിക്കാനായി ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങുകയും പുരോഗതിയിലേക്ക് ബ്രിട്ടീഷുകാർ മൊത്തമായി കൊള്ളയടിച്ചുകൊണ്ടുപോയ ദരിദ്രാവസ്ഥയിൽ ഇരുന്ന ഇന്ത്യക്ക് പുതിയ ഫാക്ടറികളും മറ്റും തുടങ്ങാൻ സ്റ്റീൽ വേണം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിലായ് സ്റ്റീൽ പ്ലാന്റും മറ്റും തുടങ്ങുകയും ചെയ്ത ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നെഹ്റു. പക്ഷേ അതുകൊണ്ട് മാത്രമാണോ ഇന്ത്യ പുരോഗതിയിലേക്ക് വന്നത് എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. എൻ്റെ ഒരു വീട് ഞാനിവിടെ ഈടുത്ത് വാടക കൊടുത്തിരുന്നു. വാടക എടുത്തത് ഒരു പാകിസ്ഥാൻകാരനാണ്. പാകിസ്ഥാനിയായിട്ടുള്ള ആ സുഹൃത്ത് എന്നോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഒരേ സമയം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഇപ്പോൾ പുരോഗതി പ്രാപിച്ചു നിൽക്കുന്നതും എന്നാൽ പാകിസ്ഥാൻ അത്രയ്ക്ക് തന്നെ പുരോഗതി പ്രാപിക്കാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ഉദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഒരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ചില സിസ്റ്റംസ്, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഭരണഘടന എഴുതിയ അംബേദ്കറും അത് കഴിഞ്ഞ് കുറേ നാൾ പ്രധാനമന്ത്രിയെ ഭരിച്ച നെഹ്റുവും മറ്റും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് ഞാൻ കാണിക്കാം. വൈ നേഷൻസ് ഫെയിൽ എന്ന ഒരു പുസ്തകമാണ്. എന്തുകൊണ്ട് രാജ്യങ്ങൾ പരാജയപ്പെടുന്നു. അവർ നോക്കുന്നത് ഒരേപോലെ കാലാവസ്ഥയുള്ള ഒരേപോലെ വിഭവ സമൃദ്ധിയുള്ള രാജ്യങ്ങൾ, ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് വിജയിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു മികച്ചൊരു ഉദാഹരണമാണ്. ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയയൊക്കെ ഉദാഹരണമായിട്ട് അവർ പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോന്നായിട്ട് നമുക്ക് ഇന്ത്യയിൽ എടുത്ത് നോക്കാം. ഒന്നാമത് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിൽ ഇതുവരെയുള്ള ഏതാണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളും സ്വതന്ത്രപൂർവ്വമായി നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇപ്പോഴത്തെ നില നോക്കിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഒരു വിഭാഗത്തിന് മാത്രമായി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഈ അടുത്ത് മോദി നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട്. ഇന്ത്യയിലെ 14% വരുന്ന മുസ്ലിങ്ങൾക്കാണ് എല്ലാ സ്വത്തും വിതരണം ചെയ്യപ്പെടുക എന്നുള്ളൊരു ദുസ്സൂചന നൽകിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു വളരെ മോശമായ ഒരു പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ല എന്ന് നടക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ സൂററ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വന്ന് എന്ന വ്യാജേന നിന്ന സ്ഥാനാർത്ഥി ശരിക്കും BJP-കാരനായിരുന്നു. അയാൾ പത്രിക പിൻവലിച്ചു. മറ്റുള്ള എല്ലാവരെയും ഫോഴ്സ് ചെയ്ത് സ്വതന്ത്ര തിരഞ്ഞെടുപ്പിൽ നിന്ന് സ്വതന്ത്രമാരെയും പിൻവലിച്ച് BJP-ക്ക് ഏകപക്ഷീയമായ വിജയം ഉണ്ടാക്കി കൊടുക്കുകയാണ് സൂററ്റിൽ നടന്നത്. ഇതെല്ലാം നീതിപൂർവകമായ തിരഞ്ഞെടുപ്പിന്റെ അട്ടിമറിയാണ്. നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് സാമ്പത്തിക പുരോഗതി വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വേണം, സിസ്റ്റംസ് വേണം, വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾ വേണം. അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു പരിപാടിയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് കോടതി, നീതിപൂർവകമായ വിധികൾ പുറപ്പെടുവിക്കുന്ന കോടതികൾ ഒരു രാജ്യത്തിന് ആവശ്യമാണ്. അങ്ങനെയുള്ള കോടതി ആണ് അത് സാമ്പത്തിക കുറ്റത്തിൻ്റെ കാര്യത്തിലായാലും ക്രിമിനൽ കേസ് ആയാലും സിവിൽ കേസ് ആയാലും വളരെ നീതിപൂർവകമായ വിധികൾ പുറപ്പെടുവിക്കുന്ന കോടതികൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. കോടതികളുടെ കഥ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. BJP-യുടെ ഭരണത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ അടിയിൽ അമ്പലമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ASIയുടെ പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ട് അതിൻ്റെ അനുപൂരകമായി എന്നാലും ഈ സ്ഥലം നമ്മൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കുന്നു എന്നും അവിടെ പണിത രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം ആഹ്ലാദ സൂചകമായി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ആളുകളുമെല്ലാം ഉണ്ട്. മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പാകിസ്ഥാൻ ഒരു മികച്ച ഉദാഹരണമാണ്. അത് മതത്തിന്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും.
ഉറുദു തങ്ങളുടെ ദേശീയ ഭാഷയാകണം എന്നുള്ള ഒരു സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം ഭാഷയായിരുന്നു. ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗ്ലാദേശിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാതിരുന്ന ഒരു തീരുമാനമായിരുന്നു ഉറുദു നാഷണൽ. അതിന് ഏതാണ്ട് അനുകൂലമായിട്ടുള്ള ഒരു പാരലായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഹിന്ദി ദേശീയ ഭാഷയാകണം എന്നുള്ള ഒരു വലിയൊരു ഒരു ആവശ്യം BJPയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇത് 500ഓളം, ഒരുപക്ഷെ 500-ൽ കൂടുതൽ ലൈവ് ആയിട്ടുള്ള ജീവനുള്ള ഭാഷകൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് തീർച്ചയായും ഒരുപക്ഷെ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു ഡിവൈഡിലേക്ക്, ഒരു വിഭജനത്തിലേക്ക് നയിക്കാനുള്ള ഒരു വിത്തിടലായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കോടതികളുടെ കേസിൽ പ്രത്യേകിച്ച് BJP ആണ് മറുഭാഗത്തുള്ളതെങ്കിൽ വിധികൾ BJPക്ക് അനുകൂലമായി വരികയും അങ്ങനെ വിധിച്ച വിധികൾ പുറപ്പെടുവിച്ച ജഡ്ജിമാർ പിന്നീട് BJPയുടെ തന്നെ ചിലവിൽ രാജ്യസഭാ സ്ഥാനാർത്ഥികളായി മാറുകയും ചെയ്യുന്ന കാഴ്ചകൾ ശരിക്കും കോടതിയെ വിലക്കെടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷന് ശേഷം BJP തകർക്കുന്ന ഒരു സിസ്റ്റം കോടതികളാണ്. മൂന്നാമത് മാധ്യമങ്ങളുടെ കേസിൽ കേരളത്തിലെ തന്നെ പല മാധ്യമങ്ങളെയും കണ്ടാൽ നിങ്ങൾക്കറിയാം, അവർ നരേന്ദ്രമോദിയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഈ അടുത്തൊരു ഇന്റർവ്യൂ നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവരുടെ തന്നെ ടീം എഴുതി കൊടുക്കുന്നതും, രണ്ടാമത് തുടർ ചോദ്യങ്ങൾ പാടില്ല എന്ന ഒരു കണ്ടീഷനിലാണെന്ന്. കാര്യം ഞാൻ ആ വീഡിയോയിൽ തുടർ ചോദ്യങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഉദാഹരണത്തിന് കേരളത്തിലെ ടൂറിസത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കാണാതെ പഠിച്ചുകൊണ്ട് വന്ന ഒരു ഉത്തരം പറയുകയും, അയ്യോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാം എന്നുള്ളൊരു പ്രസ്താവന പുറപ്പെടുകയും ചെയ്യാം. അതേസമയം കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ, സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഇന്റർവ്യൂവിൽ ഒരിക്കലും അദ്ദേഹം നന്നായി പെരുമാറാറില്ല. കാരണം അദ്ദേഹത്തെ വിഷമിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇറങ്ങിപ്പോകുന്നുള്ള ഒരു ദുശീലമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും RSSന്റെ കയ്യിലാണ്, BJPയുടെ കയ്യിലാണ്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും വലതുപക്ഷ BJP ഗവൺമെന്റിന്റെ കയ്യിലാണുള്ളത്. അവർ എങ്ങനെയെങ്കിലും മറ്റ് രാഷ്ട്രീയക്കാർ, ഉദാഹരണത്തിന് കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നിട്ട് നമുക്ക് അധികം സഹായം ലഭിച്ചില്ല. കേരളത്തിലെ എല്ലാ പദ്ധതികളും മുടക്കാനായിട്ട് കേരളത്തിലെ തന്നെ BJP മുരളീധരൻ ഉൾപ്പെടെ, രാജീവ് ചന്ദ്രശേഖരും മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ശ്രമിച്ചിട്ട് മാധ്യമങ്ങൾ ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പം മാധ്യമങ്ങളെയും BJP ഗവൺമെന്റ് വിലക്കെട്ടെടുത്ത് ഒരു പക്ഷേ ഏറ്റവും ശക്തിയായി പ്രവർത്തിക്കേണ്ട ഒരു സിസ്റ്റമാണ്, ഒരു വ്യവസ്ഥിതിയാണ് മാധ്യമങ്ങൾ. അതും അവർ വിലക്കെടുത്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒരുപക്ഷെ ആളുകളെ മറുകണ്ഠം ചാടിക്കാനും തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമല്ലാതെ ആക്കി ആളുകളെ ടാക്സ് നികുതി വെട്ടിക്കുന്നതിന്റെ പേരിൽ മറുഭാഗത്തേക്ക് ചാടിക്കാൻ വേണ്ടി തുടങ്ങിയ ED ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ഇട്ടതുവരെ എത്തി നിൽക്കുകയാണ്. കേരളത്തിൽ തന്നെ അനേകം ഇല്ലാക്കഥകൾ ചമച്ചുകൊണ്ട്, ഒരുപക്ഷെ തോമസ് ഐസക്കിന്റെ കേസ് നിങ്ങൾ കേട്ട് കാണും. ED കോടതിയിൽ പോയി അതിനുള്ള വ്യക്തമായ തെളിവുകൾ ചോദിച്ചപ്പോൾ അതില്ല എന്ന് കൈമലർത്തിയ ED ആണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരിക്കും നടത്തേണ്ട ജോലികൾ, ഉദാഹരണത്തിന് പോണ്ടിച്ചേരിയിൽ, കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ നികുതി വെട്ടിച്ച ഒരു കേസ് നടക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്കൊരു വിഷയമായി ഞാൻ അധികം കാണുന്നില്ല. BJPക്കാർ നികുതി വെട്ടിച്ചാൽ ഓക്കെ, എന്നാൽ അവർ കുഴൽപ്പണം കടത്തിയാലും ഓക്കെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു BJP നേതാവിന്റെ പേരിൽ കുഴൽപ്പണം കടത്തിയ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. അപ്പൊ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. സാമ്പത്തിക രംഗമാണ് മറ്റൊരു വ്യവസ്ഥിതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നേഷൻ ഫെയിൽ ചെയ്യുക, ഒരു രാഷ്ട്രം ഫെയിൽ ചെയ്യുന്നതിന്റെ കാരണം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. വ്യവസ്ഥിതികൾ വളരെ ശക്തമായി നിലനിൽക്കണം. അതിലുള്ളൊരു വ്യവസ്ഥിതിയാണ് സാമ്പത്തിക രംഗത്ത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത്, ഇന്ത്യയിലുള്ള ഏതാണ്ട് മികച്ച എല്ലാ പ്രൊജക്ടുകളും തങ്ങളുടെ സുഹൃത്തുക്കളായ അദാനിക്കും മറ്റും ദാനം ചെയ്യുകയും, തിരുവനന്തപുരം എയർപോർട്ടിന്റെ കേസ് ഉൾപ്പെടെ, വിഴിഞ്ഞ എയർപോർട്ട്, തുറമുഖം ഉൾപ്പെടെ അധികം കോൺട്രാക്റ്റുകളുടെ അധികം എന്താ പറയുക, മത്സരമില്ലാതെ ഒരാൾക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു കഥയാണ് എക്കണോമിയിൽ നമ്മൾ കാണുന്നത്. സാമ്പത്തിക രംഗത്ത് ഇതൊരു ലൂപ്പിലാണ് പ്രവർത്തിക്കുന്നത്. മുതലാളിമാർക്ക് പ്രൊജക്ടുകൾ കൊടുക്കുകയും അതിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം BJPയുടെ ഫണ്ടായിട്ട്, ഇലക്ട്രൽ ബോണ്ടായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി പൈസ മുടക്കുന്ന കമ്പനികൾക്ക് BJP അധികാരത്തിൽ വന്നാൽ പ്രൊജക്ടുകൾ കൊടുക്കുകയും അതിന്റെ ഒരു ലാഭവിഹിതം ഇലക്ട്രൽ ബോണ്ടിന്റെ രൂപത്തിൽ BJPക്ക് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട്ടിലെ തന്നെ കുറെ കമ്പനിക്കാർ ഇലക്ട്രൽ ബോണ്ടിന് പൈസ BJPക്ക് കൊടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
2026 ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 2026 നമ്മുടെ നാട്ടിൽ ഒരു ഡീലിമിറ്റേഷൻ എന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. 2021 അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ജനസംഖ്യ അനുസരിച്ച് നമ്മളുടെ ലോകസഭാ സീറ്റുകൾ പുനഃക്രമീകരണം നടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ കേരളത്തിൽ 20 ലോകസഭാ സീറ്റ് 20ആയിട്ട് തന്നെ നിലനിൽക്കുകയും അല്ലെങ്കിൽ 18ആയി കുറയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അതേസമയം ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ലോകസഭാ സീറ്റുകൾ ഇരട്ടിയാകും. BJPക്ക് കൂടുതൽ സാധ്യതയുള്ള നോർത്ത് ഇന്ത്യയിലെ സീറ്റുകൾ ഇരട്ടിയാവുകയും കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ പകുതിയായി കുറയുക, വളരെ കുറവ് വരികയോ അതോ അതേപോലെ നിലനിൽക്കുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യക്ക് ഇന്ന് പാർലമെന്റിലുള്ള ചെറുതെങ്കിലും ഉള്ള ഒരു ശക്തി നഷ്ടപ്പെടുകയും നമ്മൾ ഏതാണ്ട് എല്ലാ കാര്യത്തിലും BJPക്ക് മറ്റ് കക്ഷികളുടെ ഒരു വിശദീകരണവും കേൾക്കാതെ തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെതിരെ, പൗരത്വ നിയമത്തിനെതിരെ, ഇങ്ങനെയുള്ള ഡിലിമിറ്റേഷനെതിരെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എതിർത്ത് സംസാരിക്കാൻ, ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകളെ നമ്മൾ നാളെ തിരഞ്ഞെടുക്കും ഓർക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇന്ത്യയുടെ വിധി ദൂരവ്യാപകമായി മാറ്റിയെഴുതുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മളുടെ രാജ്യം ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 70 വർഷത്തിലെ നീതിപൂർവകമായിട്ടുള്ള ഒരു പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ സിസ്റ്റംസ് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിനെ തകർക്കുന്ന, നമ്മളുടെ വ്യവസ്ഥിതികളെ തകർക്കുന്ന, നമ്മളുടെ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്തുക. അത് മറുവശത്ത് നിൽക്കുന്നത് ഏത് പാർട്ടിക്കാരനായാലും അവർ BJPയിൽ ചേരാൻ സാധ്യതയുള്ളൊരു നേതാവാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക. BJPക്കാരാണെങ്കിൽ ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കുക. കേരളം സുന്ദരമായ ഒരു സംസ്ഥാനമായി, പുരോഗതി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനമായി, അതിനപ്പുറം വർഗീയമായ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തല്ലുപിടിക്കാത്തൊരു സംസ്ഥാനമായി തുടരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വർഗീയ ശക്തികൾക്ക് വോട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു. ബൈ ബൈ.